ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും വൈറ്റ് പെപ്പർ കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചൂര കൊണ്ടുള്ളൊരു അച്ചാറാണ്. വളരെ ടേസ്റ്റിയാണ്. നമുക്ക് ചൂര അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായി നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞങ്ങൾ പുതിയതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ. അപ്പോൾ ചൂര അച്ചാർ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഫസ്റ്റ് നമുക്ക് ചൂര ഒന്ന് മസാലയിലൊക്കെ പുരട്ടി മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ വെച്ചിരിക്കണം. അതിനായിട്ട് നമുക്ക് മസാലകളൊക്കെ ഒന്ന് കൂട്ടാം. ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചത്, 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ച് നമുക്ക് എണ്ണയിൽ തന്നെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഓക്കെ, നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ ചൂരയാണ് എടുത്തിരിക്കുന്നത്. അത് കഴുകി ഇതുപോലെ ചെറിയ പീസുകളായിട്ട് വേണം നമ്മൾ അച്ചാറിന് കട്ട് ചെയ്യേണ്ടുള്ളത്. ചെറിയ പീസാക്കി കട്ട് ചെയ്ത് നമുക്ക് ആ മസാലയിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. മിക്സ് ചെയ്യുന്ന സമയത്ത് മീൻ പൊടിഞ്ഞു പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, നല്ലതുപോലെ തന്നെ മിക്സാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല, പുറത്ത് തന്നെ വെച്ചിരുന്നാൽ മതി. ഓക്കെ, അതിനുശേഷം നമുക്ക് വിനാഗിരി ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിൽ 1 കപ്പ് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. അത് നല്ലതുപോലെ തന്നെ തിളയ്ക്കണം. ഓക്കെ, വിനാഗിരി നല്ലതുപോലെ തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വിനാഗിരി ഒന്ന് ആറാനായിട്ട് വെക്കാം. ഓക്കെ, ചൂരയിലൊക്കെ നല്ലതുപോലെ മസാല പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഒരു പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഫ്രൈ ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, എണ്ണയൊക്കെ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീനിൻ്റെ ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഓക്കെ, മീൻ നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഫ്രൈ ചെയ്ത് വെച്ച മീനൊക്കെ നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ എണ്ണയിൽ തന്നെ നമുക്ക് അച്ചാറിടാവുന്നതാണ്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഇഞ്ചി, 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, ഒരു 5 പച്ചമുളക്, ഇത് ഇത്രയും കൂടെ ഒന്ന് ചതച്ച് അതും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടിയുടെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന എണ്ണയ്ക്കകത്ത് തന്നെ ആയതുകൊണ്ട് മസാലക്ക് ആവശ്യത്തിന് അതിലുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. നേരത്തെ നമ്മൾ തിളപ്പിച്ച് മാറ്റി വെച്ചിരിക്കുന്ന വിനാഗിരിയാണിത്. ചൂടാറിയതിന് ശേഷം മാത്രം ഇതിലേക്ക് ആ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കണം. അതിനുശേഷം വിനാഗിരി നല്ലതുപോലെ തന്നെ തിളപ്പിക്കണം. തിളച്ചതിന് ശേഷം മാത്രമേ മീൻ ഇട്ട് കൊടുക്കാവൂ. ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീനും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഓക്കെ, അങ്ങനെ നമ്മുടെ മീനച്ചാറ് റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് കായം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഓക്കെ, അങ്ങനെ നമ്മുടെ മീനച്ചാറ് റെഡി ആയിരിക്കുകയാണ്. വളരെ ടേസ്റ്റിയും കുറച്ച് സ്പൈസിയുമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞങ്ങൾ പുതിയതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ.